അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ എന്നെ ശ്രവിക്കുന്ന സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മിൽ സദാ വർഷിക്കുമാറാകട്ടെ. ആമീൻ. വിശുദ്ധ ഖുർആനിലെ 12ാമത്തെ സൂറത്തായിട്ടുള്ള സൂറത്തു യൂസുഫാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 3 ആയത്തുകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നമ്മൾ 4ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذ قال يوسف لأبيه يا أبت إني رأيت 11 كوكبا والشمس والقمر رأيتهم لي ساجدين. യൂസുഫ് തൻ്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം: എൻ്റെ പിതാവേ, 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എനിക്ക് സാഷ്ടാംഗം ചെയ്യുന്നതായി ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു. ഈ ഒരു ചരിത്രം ആരംഭിക്കുന്നത് തന്നെ ഒരു മകനും ഉപ്പയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ പറഞ്ഞിട്ടാണ്. ഒരു വീട്ടിലൊരു ഉപ്പയും മകനും തമ്മിലുള്ള ഒരു ടോക്ക് ഇതുപോലെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എങ്ങനെയാണ് മകൻ ഉപ്പയെ അഭിസംബോധന ചെയ്യുന്നത്? എൻ്റെ പ്രിയ പിതാവേ, യാ അബതി. ഉപ്പ എന്ന് മാത്രമല്ല, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ. അവർ തമ്മിലുള്ള കണക്ഷൻ നമുക്കതിൽ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. മകൻ ഒരു അസാധാരണമായ കാര്യം സ്വപ്നമായിട്ട് കണ്ടു. നക്ഷത്രങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ തനിക്ക് വേണ്ടി സാഷ്ടാംഗം ചെയ്യുന്നു. സാധാരണ അങ്ങനൊരു കാര്യം കണ്ടപ്പോൾ ആ കുട്ടി വല്ലാതെ ഇങ്ങനെ ആശ്ചര്യത്തോടു കൂടി എന്തായിരിക്കും അതിൻ്റെ അർത്ഥം എന്ന് ഉപ്പയോട് ചോദിക്കുകയാണ്. ഉപ്പയാണെങ്കിൽ തന്നെ അത് വളരെയധികം ലിസൺ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാകുമാറാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഉപ്പയെ വളരെ സ്നേഹത്തോടു കൂടി വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ് 11 നക്ഷത്രങ്ങൾ. ആ 11 എന്ന അക്കവും സൂര്യനും ചന്ദ്രനും എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ റിവീൽഡായി. അദ്ദേഹത്തിന് 11 സഹോദരങ്ങളുണ്ട്. ഉപ്പ എന്നുദ്ദേശിക്കുന്നത് ഒരുപക്ഷെ സൂര്യനായിരിക്കാം, അല്ലെങ്കിൽ ചന്ദ്രൻ എന്ന് പറയുന്നത് തൻ്റെ മാതാവായിരിക്കാം. എന്തിനായിരിക്കാം ഇവരൊക്കെ എനിക്ക് വേണ്ടി സാഷ്ടാംഗം ചെയ്യുന്നത്? ആ ഒരു കൗതുകത്തോടുള്ള കൂടിയായിട്ട് മകൻ ഉപ്പയോട് ചോദിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് വളരെ റെലവൻ്റായൊരു പോയിൻ്റ് ഇതിലുണ്ട്. എന്താണെന്നറിയോ? സാധാരണമല്ലാത്തൊരു കാര്യം സംഭവിച്ചപ്പോൾ മകൻ ഓടി വന്ന് തൻ്റെ ഉപ്പയോട് അത് വിവരം അവതരിപ്പിക്കുകയാണ്. ഏറ്റവും ഫസ്റ്റ് തന്നെ അത് അഡ്രസ്സ് ചെയ്യുന്നത് സ്വന്തം പിതാവിനോടാണ്. അതും വളരെ സ്നേഹത്തോടു കൂടി. ആ ഒരു അഡ്രസ്സിങ്ങിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവർ തമ്മിൽ അത്രയും നല്ലൊരു ബന്ധമുണ്ട്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം എപ്രകാരമായിരിക്കണം എന്നൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് എന്താ പറയുന്നത്? ഉപ്പ എങ്ങനെയാണ് മറുപടി പറയുന്നത്? قال يا بني لا تقصص رؤياك على إخوتك فيكيدوا لك كيدا إن الشيطان للإنسان عدو مبين. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കുഞ്ഞു മകനെ, നിൻ്റെ സ്വപ്നം നീ നിൻ്റെ സഹോദരന്മാർക്ക് വിവരിച്ചു കൊടുക്കരുത്. അവർ നിനക്കെതിരെ വല്ല തന്ത്രവും പ്രയോഗിച്ചേക്കും. തീർച്ചയായും പിശാച് മനുഷ്യൻ്റെ പ്രത്യക്ഷ ശത്രുവാകുന്നു. മകനെ വളരെ സ്നേഹത്തോടെ വിളിച്ചിട്ട് ഒരു വാണിംഗ് പോലെ പറഞ്ഞു കൊടുക്കുകയാണ്. അത് വളരെ ദീർഘവീക്ഷണത്തോടു കൂടി അദ്ദേഹം ആ സ്വപ്നത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു പ്രവാചകൻ കൂടിയാണ് യാക്കൂബ് അലൈഹിസ്സലാം. സ്വന്തം മകൻ ആ സ്വപ്നം വിവരിച്ചപ്പോൾ ഇതൊരു അസാധാരണമായ സ്വപ്നമാണ്, വളരെ സ്പെഷ്യലായ ആളുകൾക്ക് മാത്രം കാണാൻ കഴിയുന്നൊരു സ്വപ്നമാണ്. അപ്പോൾ പ്രവാചകൻ ആയിട്ട് ഒരു പക്ഷേ നാളെ യൂസുഫിനെ അള്ളാഹു തിരഞ്ഞെടുത്തേക്കാം, അദ്ദേഹത്തെ അള്ളാഹു പ്രത്യേകമായി തിരഞ്ഞെടുത്തേക്കാം എന്നൊക്കെ വാപ്പ മനസ്സിലാക്കി കാണും. അതുകൊണ്ട് വാപ്പ ആദ്യമേ തന്നെ ഒരു വലിയൊരു അഡ്വൈസ് കൊടുത്തുകൊണ്ട് മകനെ ചേർത്ത് പിടിച്ച് പറയാണ്, നീ ഇത് നിൻ്റെ സഹോദരങ്ങളോട് ഇത് ഷെയർ ചെയ്യരുത്. കാരണം പിശാചിൻ്റെ പ്രേരണയാൽ നിൻ്റെ സഹോദരങ്ങൾ നിനക്കെതിരെ തന്ത്രം പ്രയോഗിച്ചേക്കാം. അവിടെ അദ്ദേഹം ബ്ലെയിം ചെയ്യുന്നത് സഹോദരങ്ങളിലേക്കല്ല, മറിച്ച് ആ സഹോദരങ്ങളെ അത് പ്രവർത്തിപ്പിക്കുന്ന, നിനക്കെതിരെ സ്ട്രാറ്റജി ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന പിശാചിനെയാണ് അദ്ദേഹം ബ്ലെയിം ചെയ്യുന്നത്. അദ്ദേഹം എന്താ പറയുന്നത്? ഇന്ന ഷെയ്ത്വാന, തീർച്ചയായും അഫം ചെയ്തിട്ട് പറയാണ്, ഉറപ്പിച്ച് പറയാണെന്ത്? പിശാച് ഇൻസാനി അതുവും, മനുഷ്യന് ഏറ്റവും വലിയ ശത്രുവാണ്. അവനെ അവൻ്റെ സന്മാർഗത്തിൽ നിന്ന് ഭ്രഷ്ടനാക്കുവാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാൻ സാധിക്കുന്ന, അതിനായി പ്രേരിപ്പിക്കുന്ന ഒരാളാണ് പിശാച്. അപ്പോൾ ഉപ്പ മക്കളെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
മക്കളോട് അല്ലേ, യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ ആ പ്രകൃതമൊക്കെ യാക്കൂബ് അലൈഹി ഇസ്ലാം നന്നായിട്ട് അറിയാം. വളരെ നിഷ്കളങ്കനാണ്. ഒരുപക്ഷെ അവൻ ചെന്ന് ആദ്യമേ തന്നെ ആ ഒരു ക്യൂരിയോസിറ്റിയോട് കണ്ടുകൊണ്ട് സഹോദരങ്ങളോടൊക്കെ പറഞ്ഞേക്കാം, ഇപ്പം മോനെ നീ സത്യസന്ധനാണ്, നീ വിശ്വസ്തനാണ്, നീ വളരെ നിഷ്കളങ്കനാണ്, പക്ഷെ നീ ഈ കാര്യം നിൻ്റെ സഹോദരങ്ങളോട് ഇപ്പോൾ പറയണ്ട. എന്നിട്ട് അതിൻ്റെ കാരണവും പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ നിൻ്റെ സഹോദരങ്ങൾ നിനക്കെതിരെ തന്ത്രം പ്രയോഗിച്ചേക്കും. അപ്പോഴും സഹോദരങ്ങളെ കുറ്റപ്പെടുത്തല്ല, മറിച്ച് അവരെ അതൊക്കെ ചെയ്യിപ്പിക്കുന്ന പിശാചാണ്. പിശാചിൻ്റെ ഉപദ്രവത്തിൽ പെട്ടുപോയാൽ നമ്മളൊക്കെയും അവൻ്റെ കുതന്ത്രത്തിൽ പെട്ടുപോയാൽ എന്താണ്, തെറ്റായ കാര്യങ്ങൾ ചെയ്തേക്കും എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി തരാണ്. ഒരു പ്രവാചകനാവാൻ പോകുന്നൊരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന വലിയൊരു ഉപദേശം. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന രണ്ടാമത്തെ ഒരു പോയിന്റ് ഉണ്ട്. എന്താണത്? എന്തുകൊണ്ട് യാക്കൂബ് അലൈഹി ഇസ്ലാമിൻ്റെ മറ്റു മക്കളൊക്കെ ഇങ്ങനെ ക്രൂരരായിപ്പോയി, മോശമായിപ്പോയി? അത് യാക്കൂബ് അലൈഹി ഇസ്ലാം അവരെ നന്നായി വളർത്താത്തത് കൊണ്ടാണോ? അതുപോലെ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെയും ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കൾ, നമുക്ക് വലിയൊരു തിരിച്ചറിവുണ്ട്. അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമാണ് മക്കളൊക്കെ നല്ല സന്മാർഗത്തിലാവുകയുള്ളൂ. അവൻ്റെ പരിധിയിൽ പെടുന്നതാണ്. മാതാപിതാക്കളാകുന്നവർക്ക് എന്താണ് അവരുടെ ഡ്യൂട്ടി? അള്ളാഹു ഏൽപ്പിച്ച അമാനത്തുകളെ ഏറ്റവും നന്നായിട്ട് പരിപാലിക്കുക, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക, അള്ളാഹുവിൽ എന്നിട്ട് അർപ്പിക്കുക. അവരെ സന്മാർഗത്തിലാക്കുന്നതും സന്മാർഗത്തിൽ നിന്ന് അകറ്റുന്നതും ആരാണ്? അള്ളാഹുവാണ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട്, എൻ്റെ മകന് നല്ലൊരു ശിക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ മക്കളെങ്ങാനും സന്മാർഗത്തിലായി അത് എൻ്റെ മിടുക്കൊണ്ടാണ്. ഒരിക്കലുമല്ല, അള്ളാഹു അനുവദിച്ചതുകൊണ്ട് മാത്രമാണ്. യാക്കൂബ് അലൈഹി ഇസ്ലാം നല്ലൊരു പിതാവ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ പിതാവാകാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നൂഹ് നബി അലൈഹി ഇസ്ലാം നല്ലൊരു പിതാവാകാത്തതുകൊണ്ടോ അല്ല അവരുടെ മക്കളൊക്കെയും അവർക്കെതിരെ തിരിഞ്ഞത്. അതൊക്കെയും അള്ളാഹുവിൻ്റെ പ്ലാനിങ്ങിൽ പെട്ടിട്ടുള്ള കാര്യമാണ്. അവന് തവക്കൽ ചെയ്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചെയ്യുക മാത്രമാണ് നമ്മുടെ പരിധിയിൽ പെടുന്നുള്ളൂ എന്നൊരു ധ്വനി കൂടി ഈ ഒരു ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നമ്മളിന്ന് മനസ്സിലാക്കിയ ഖുർആനിക വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. വാഖിറു ദഅ്വതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.